ഹായ് ഫ്രണ്ട്സ്, അസ്സാം വലൈക്കും. ബിസ്മി കിച്ചണിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മളൊരു അടിപൊളി വാനില കേക്കാണ് തയ്യാറാക്കിയെടുക്കുന്നത്. അത് നമ്മൾ ആവിയിലാണ് വേവിച്ചെടുക്കുന്നത്. ബേക്കിംഗ് പൗഡറോ ബേക്കിംഗ് സോഡയോ ഒന്നും ഉപയോഗിക്കുന്നില്ല. അതിനായിട്ട് ഞാൻ 3 കോഴിമുട്ട എടുത്തിട്ടുണ്ട്. അത് ക്ലീനായ ഒരു ബൗളിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നമുക്കൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ ഇത് ബീറ്റ് ചെയ്യുന്നത് ഒന്നില്ലെങ്കിൽ ഇതേപോലെ ഒരു ബീറ്റർ ഉപയോഗിക്കുക, അല്ലെങ്കിൽ ഒരു വിസ്ക് ഉപയോഗിച്ച് നമുക്ക് മിക്സ് ചെയ്തെടുക്കാൻ പറ്റും. അങ്ങനെ വിസ്കാണ് ഉപയോഗിക്കുന്നതെങ്കിൽ ഒരു 10-20 മിനിറ്റെങ്കിലും നമ്മൾ തുടർച്ചയായിട്ട് ഇത് ഇങ്ങനെ ബീറ്റ് ചെയ്യേണ്ടി വരും. അപ്പോൾ ഇതേപോലെ ബീറ്റർ ഉണ്ടെങ്കിൽ നന്നായിട്ട് ഇതേപോലെ മുട്ടയൊന്ന് പതിപ്പിച്ചെടുക്കേണ്ടതുണ്ട്. അപ്പോൾ ബീറ്റർ ഉണ്ടെങ്കിൽ അതാണ് നല്ലത്. അപ്പോൾ ഞാൻ ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ വാനില എസൻസ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ വാനില എസൻസ് കയ്യിലില്ലെങ്കിൽ ഏലക്കപ്പൊടി ചേർത്ത് കൊടുക്കാം, അല്ലെങ്കിൽ ഏതെങ്കിലും ഫ്ലേവർ ഉള്ള എസൻസ് ഉണ്ടെങ്കിൽ അത് മതിയെങ്കിൽ അങ്ങനെയും ചേർത്ത് കൊടുക്കാം. പിന്നെ ഞാൻ ഇതിലേക്ക് ഒരു 1/2 കപ്പ് പൊടിച്ച പഞ്ചസാര എടുത്തിട്ടുണ്ട്. അതുകൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. മുട്ട അത്യാവശ്യം നന്നായിട്ട് പതഞ്ഞ് നല്ല ഫ്ലഫി ആയിട്ട് വരണം. അങ്ങനെ വേണം നമ്മൾ മുട്ട ബീറ്റ് ചെയ്തെടുക്കാനായിട്ട്. മുഴുവനായി പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഈ 1/2 കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുക്കുന്ന സമയത്ത് പഞ്ചസാര പൗഡർ പൊടിച്ച പഞ്ചസാര ചേർത്ത് കൊടുക്കുന്ന സമയത്ത് പാകത്തിനൊരു മധുരം ഉണ്ടാകും. നമുക്ക് കുറച്ചുകൂടി നല്ല മധുരം വേണമെന്നുണ്ടെങ്കിൽ 1/4 കപ്പ് ചേർത്ത് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് ഞാൻ ഒരു പിഞ്ച് ഉപ്പ് കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ മൈദയിലേക്ക് ഉപ്പ് ചേർക്കുന്നില്ല, ഈ മുട്ടയിലേക്കാണ് ഉപ്പ് ചേർക്കുന്നത്. ചേർത്തിട്ട് നന്നായിട്ട് ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ നോക്കാം, മുട്ട കറക്റ്റ് പാകമായി വന്നിട്ടുണ്ട്, നല്ലൊരു ഫ്ലഫി ആയി വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മളിതിലേക്ക് അപ്പസോഡയോ ബേക്കിംഗ് പൗഡറോ അല്ലെങ്കിൽ ഓയിലോ ഒന്നും നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നില്ല. വളരെ കുറഞ്ഞ ഇൻഗ്രീഡിയൻസും ഉണ്ട്. ആവിയിൽ വേവിച്ചെടുക്കുന്ന നല്ലൊരു അടിപൊളി സ്പോഞ്ച് ആയിട്ടുള്ള കേക്കാണ്. അപ്പോൾ അതിനായിട്ട് ഒരു അരിപ്പിലേക്ക് ഒരു 1/2 കപ്പ് മൈദ എടുത്തിട്ടുണ്ട്. അപ്പോൾ മൈദ ഇതിലേക്കൊന്ന് അരിച്ച് ചേർത്ത് കൊടുക്കാം. അപ്പോൾ അരിച്ച് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതേപോലെ ഒരു വിസ്ക് ഉപയോഗിച്ചിട്ട് പതുക്കെ ഒന്ന് ഫോൾഡ് ചെയ്തെടുക്കുക. ഇങ്ങനെ പതുക്കെ ഒന്ന് തിരിച്ചെടുത്താൽ തന്നെ മതി. ഒരുപാട് ബലത്തിൽ നമ്മൾ കുത്തി ഇളകി കഴിഞ്ഞാൽ ഈ നമ്മൾ പതപ്പിച്ചെടുത്തിട്ടുള്ള പൊങ്ങി വന്നിട്ടുള്ള ഈ മുട്ടയൊക്കെ ഒന്ന് താന്നു പോകും, ആ ബാറ്റർ താന്നു പോകും. അപ്പോൾ നമ്മുടെ കേക്കും നന്നായിട്ട് വരില്ല. അപ്പോൾ അതുകൊണ്ട് നമ്മളിങ്ങനെ മിക്സ് ചെയ്യുമ്പോൾ നല്ലോണം ശ്രദ്ധിക്കുക. പതുക്കെ ഒന്ന് ഫോൾഡ് ചെയ്ത് എടുത്താൽ മതിയാകും. അപ്പോൾ ഈ ഒരു വിസ്ക് തന്നെ വേണമെന്നില്ല, ഏതെങ്കിലും ഒരു മരക്കയിലോ അല്ലെങ്കിൽ ഒരു സ്പാച്ചിലയോ അല്ലെങ്കിൽ ഒരു സ്പൂണോ കൊണ്ട് തന്നെ നമുക്ക് നന്നായിട്ട് ഇതേപോലെ മിക്സ് ചെയ്തെടുക്കാൻ പറ്റും. ഇപ്പോൾ നോക്കാം, ബാറ്ററിൻ്റെ കൺസിസ്റ്റൻസി ഒരു റിബൺ കൺസിസ്റ്റൻസിയിലായിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി ഇത് വിസ്ക് ഇവിടെ മാറ്റി വയ്ക്കാം. അതിനുശേഷം ഇതെല്ലാം കൂടി ഒന്ന് ഒരു സ്പാച്ചിലെടുത്ത് മിക്സ് ചെയ്ത് കൊടുക്കാം. എല്ലാം നമ്മൾ ചേർത്തിട്ടുള്ള മൈദയൊക്കെ മുട്ടയുടെ എല്ലാ ഭാഗത്തേക്കും എത്തിയിട്ടുണ്ട്. നോക്കാം, കണ്ടോ, ഒരു റിബൺ കൺസിസ്റ്റൻസിയിൽ മടങ്ങി വീഴുന്നുണ്ട്. അതാണ് ഈ കേക്കിൻ്റെ ബാറ്ററിൻ്റെ ഒരു കൺസിസ്റ്റൻസി എന്ന് പറയുന്നത്. ഇനി നമ്മൾക്ക് ബേക്ക് ചെയ്യുന്ന പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഞാനിപ്പോൾ ഇതേപോലെ ഒരു സ്റ്റീലിൻ്റെ ബൗളിലാണ് ബേക്ക് ചെയ്തെടുക്കുന്നത്. അപ്പോൾ അതിലേക്ക് ബട്ടർ പേപ്പറൊക്കെ വെച്ച് ഓയിലൊക്കെ ആക്കി കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമ്മുടെ ബാറ്റർ ഒഴിച്ചു കൊടുക്കാം. സാധാരണ കേക്ക് നമ്മൾ ബേക്ക് ചെയ്യുന്ന അത്രയും ടൈമൊന്നും എടുക്കില്ല. ഒരു 30 മിനിറ്റ് കൊണ്ട് തന്നെ നമുക്ക് പെട്ടെന്ന് ബേക്കായി കിട്ടുന്ന നമ്മൾ ആവിയിൽ വേവിച്ചെടുക്കുന്ന അടിപൊളി കേക്കാണ് കേട്ടോ. അത് നല്ല സ്പോഞ്ചി ആയിരിക്കും, കഴിക്കാനും നല്ല ടേസ്റ്റിയാണ്. ഇപ്പോൾ കേക്ക് ടിന്നോ അങ്ങനെ ഒന്നും വേണമെന്നില്ല, നമ്മുടെ കയ്യിലുള്ള ഏതൊരു പാത്രത്തിലും നമുക്ക് തയ്യാറാക്കി എടുക്കാവുന്ന ഒരു അടിപൊളി കേക്കാണ് കേട്ടോ. അപ്പോൾ ഞാൻ നന്നായിട്ടൊന്ന് ടാപ്പ് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ സമയത്ത് കുറച്ച് വെള്ളം ഞാൻ അടുപ്പത്ത് തിളക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ടായിരുന്നു. ഇതിൻ്റെ ഉള്ളിലേക്ക് ആവി വെള്ളം വീഴാതിരിക്കാൻ ഇതേപോലെ ഒരു ഫോയിൽ പേപ്പർ കൊണ്ട് ഒന്ന് കവർ ചെയ്ത് കൊടുക്കുക, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പാത്രം കൊണ്ട് മൂടിയാലും മതി. ഇപ്പോൾ ഇതേപോലെ ഒരു സ്റ്റീമറിൽ വെച്ചിട്ടാണ് ഞാനൊന്ന് ആവിയേറ്റി എടുക്കുന്നത്. വെള്ളം തിളച്ചതിന് ശേഷം മാത്രമേ നമ്മൾ കേക്കിൻ്റെ ബാറ്റർ അതിലേക്ക് ഇറക്കി വെക്കാൻ പാടുള്ളൂ. അപ്പോൾ അതേ ഒരു 30 മിനിറ്റ് ആയിട്ടുണ്ട്. ഞാനിതൊന്ന് തുറന്ന് നോക്കുകയാണ്. ഈ സമയത്ത് ചെറിയൊരു മണമൊക്കെ വരും. ആ സമയത്ത് കറക്റ്റ് പാകമായിട്ടുണ്ടാവും. അപ്പോൾ ഞാനൊന്ന് തുറന്ന് നോക്കിയ സമയത്ത് പുറത്തേക്ക് എടുത്തിട്ടുണ്ടായിരുന്നു. നോക്കാം, നല്ല പൊങ്ങി നല്ലൊരു സ്പോഞ്ചി ആയി വന്നിട്ടുണ്ട്. അപ്പോൾ അത്യാവശ്യം നല്ല ചൂടുണ്ട്, എന്നാലും സൈഡൊക്കെ ആ ചൂടോട് തന്നെ വിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നന്നായിട്ടൊന്ന് ചൂടൊന്ന് ആറി വന്നിട്ടുണ്ട്. അതിൻ്റെ അടിഭാഗം മാത്രം ചെറിയൊരു ചൂടുണ്ട്. അപ്പോൾ നമുക്ക് ഇതേപോലെ ഒരു സ്പാച്ചിലയോ അല്ലെങ്കിൽ ഒരു കത്തിയോ കൊണ്ട് അതിൻ്റെ സൈഡൊക്കെ ഒന്ന് വിടിവിച്ചെടുക്കാം. അതെ, മാഷാല്ലാ, നല്ല രീതിയിൽ അത് വിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ പാത്രമൊക്കെ നല്ല ക്ലീൻ ആയിട്ടാണ് വന്നിട്ടുള്ളത്. നമുക്കിതിൻ്റെ ബട്ടർ പേപ്പറൊക്കെ ഒന്ന് നീക്കി കൊടുക്കാം. നമ്മുടെ സ്പോഞ്ചി ആയിട്ടുള്ള നമ്മുടെ അടിപൊളി കേക്ക് ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. അപ്പം നമുക്കിതൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം.
ഇത് നമുക്കൊന്ന് കട്ട് ചെയ്ത് നോക്കാം. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം അറിയിക്കണം. ലൈക്കും ചെയ്യണം. ബിസ്മി കിച്ചൺ എന്ന യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന എൻ്റെ പ്രിയ കൂട്ടുകാരെല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. നല്ല സ്പോഞ്ചി ആയിട്ടുള്ള കേക്കാണ്. നമ്മളിതിലേക്ക് ഓയിലോ ബേക്കിംഗ് പൗഡറോ ബേക്കിംഗ് സോഡയോ ഒന്നും ചേർത്തിട്ടില്ല. നല്ല സ്മൂത്താണ്. കണ്ടോ, നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാകും. ഇൻഷാ അല്ലാഹ് അടുത്ത നല്ലൊരു അടിപൊളി വീഡിയോയുമായി വരുന്നത് വരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.